അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് മുമ്പ് ബാംഗ്ലൂർ പോയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അമീഷയിലുള്ള നാട്ടിലുള്ള സമയത്ത് ഏകദേശം 2 മാസം എങ്ങാനായി പോയിട്ട്. അത് ഹസ്ബൻഡ് അവിടെ ബാംഗ്ലൂരാണ് ഉണ്ടായത്. അന്നേരം അമീഷിന് എന്തോ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അർജൻറ്റായിട്ട് വിളിച്ചിട്ട് അമീഷ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ഞാനും ഷതിയും കൂടി ബസ്സിൽ പോയതാണ്. ഇവിടുന്ന് നമ്മൾ മൂന്നാളും രാത്രി അശോക ട്രാവൽസിൻ്റെ ബസ്സിൽ പോയി. അവിടെ എത്തി. അവിടെ നിന്ന് ഹസ്ബൻഡ് അവിടെ വണ്ടി കാറും കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ കൂടെ പിറ്റേന്ന് രാവിലെ നമ്മളന്ന് പുലർച്ചെ 5 മണിക്ക് അവിടെ ബാംഗ്ലൂർ എത്തി. അന്നേരം അങ്ങനെ മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഐക്കിയയിലേക്കാണ് പോയത്. കാരണം അവിടെ പോയ വക ബാംഗ്ലൂരിൽ ഐക്കിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐക്കിയ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നമ്മളെ കബേൻ പാർക്കിൻ്റെ അങ്ങോട്ട് മറ്റെന്താന്ന് പാർലമെൻറ്റ് മന്ദിരം. ബാംഗ്ലൂരിൽ പോകുന്ന എല്ലാവർക്കും ഇത് ഈ സ്ഥലം കാണാതിരിക്കുമല്ലോ. അത്രയ്ക്ക് നല്ല പ്രൗഢ ഗംഭീരമായ ബിൽഡിങ്ങാണിത്. നമ്മൾ പോയിട്ട് അതാ വേറെ എവിടെയും പോയിട്ടില്ല. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഉച്ചയ്ക്ക് ശേഷം ഐക്കിയയിലേക്ക് പോയി. ഐക്കിയ ഒരു ലോകം തന്നെയായിരുന്നു. ഐക്കിയയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ദുബായിൽ പോയ സമയത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഐക്കിയൻ്റെ അടുത്തുള്ള യാസ്മാളിൽ വരെ പോയിട്ട് ഐക്കിയയിൽ ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഐക്കിയയിൽ ഇവിടെ ബാംഗ്ലൂരിലുണ്ടെന്ന് ബാംഗ്ലൂർ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ. പക്ഷേ ഇപ്പോൾ ഐക്കിയ ബാംഗ്ലൂരിൽ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കാണുമെന്ന് വെച്ചു. അന്നേരം അങ്ങനെ അന്നേരം പോയ സമയത്ത് നമ്മൾ ഐക്കിയയിൽ മാത്രമേ അവിടെ പോയി അങ്ങനെ. കാരണം ഒരു ഡേ മൊത്തം വേണ്ടി വരും. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് അവിടുന്ന് ഈവനിങ് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. എന്നെപ്പോലെ നിങ്ങൾ പലർക്കും ഇതേപോലത്തെ ഇങ്ങനെ നമ്മളെ ക്രോക്കറി ആയാലും ബെഡ്റൂം സെറ്റ് എല്ലാ ഒരു വീട്ടിലേക്ക് ആവശ്യമായ A to Z സാധനങ്ങളുണ്ട് അവിടെ. അതിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഇതാ 139 റുപ്യക്ക് നല്ല കണ്ടെയ്നർ. ഇവിടെ ഓരോ സ്ഥലത്ത് ഇതാ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബാത്റൂം സെറ്റിങ്സ് ഉണ്ട്, ഡൈനിങ് ഉണ്ട്, സ്റ്റഡി റൂം, അങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര നല്ല വിശാലമായിട്ടുള്ളൊരു ഷോറൂമായിരുന്നു. എല്ലാം അങ്ങനെ തന്നെ ചെറിയ പൈസൻ്റെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കാര്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല. പോയ വക 1-2-3 ചെറിയ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കോപ്പറിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ബൗളും വുഡൻ്റെ സ്റ്റാൻഡ്, എന്തൊക്കെയോ വെറൈറ്റി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അവിടെ. നിങ്ങളിങ്ങനെ നോക്കിയിട്ട് പോയിക്കോ. കാരണം എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്ന സംഭവങ്ങളാണല്ലോ കാണിക്കുന്നത്. എനിക്കിങ്ങനെയുള്ളതെല്ലാം ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് തോന്നുന്നുണ്ട്. 1/2 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ വീഡിയോ ഷോർട്ടാക്കി കട്ട് ചെയ്ത് ഏകദേശം ഒരു 13 മിനിറ്റ്സിൻ്റെ വീഡിയോ ആക്കിയിട്ട് വെച്ചത്. കാരണം ഇവിടെയുള്ള എനിക്ക് ഓരോ പോയിൻറ്റും ഒഴിവാക്കാൻ തോന്നുന്നില്ല. പക്ഷെ എന്നാലും കുറേ കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ എല്ലാവർക്കും കണ്ട് ബോറടിക്കുക. എന്നെപ്പോലെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ ഇത് കാണാൻ. ശരിക്കും നമ്മൾ ഇത്ര അടുത്ത് ഐക്യണ്ടാകുമ്പോൾ കാണാൻ പോകാതിരിക്കൽ ശരിയല്ലല്ലോ. കാരണം എന്തായാലും നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. UAE-യിലുള്ള ആൾക്കാർ പുറത്തുള്ള ആൾക്കാരെല്ലാം ഓൾമോസ്റ്റ് ഐക്യയിൽ പോകാത്ത ആൾക്കാരുണ്ടാവില്ല. പക്ഷെ നമ്മളിവിടെ നാട്ടിലുള്ള ആൾക്കാർ കാണൽ എന്തായാലും ഹൈദരാബാദാണ് ഉള്ളത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ വന്നതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ കൂടെ പോകുന്ന സ്ഥലമായതുകൊണ്ട്. പക്ഷേ ഐക്യ നമ്മൾ താമസിക്കുന്നിടത്തെല്ലാം കുറച്ച് നല്ല ദൂരമുണ്ട്. ഏകദേശം ഒരു 1 മണിക്കൂറെങ്ങാനും 1 മണിക്കൂറുള്ള ട്രാവൽ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞ വീടിൻ്റെ പണിയെല്ലാം തീരാനാകുമ്പോൾ ഒരു ലോറിയും പിടിച്ചിട്ട് പോയിട്ട് എല്ലാ സാധനവും ഇവിടെ നിന്ന് എടുത്താൽ മതി. A to Z ഉണ്ട് അവിടെ. എന്തൊക്കെ സോഫയായാലും ബെഡ്റൂം സെറ്റായാലും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുള്ളത്. കിച്ചൺ ഐറ്റംസിൻ്റെ പറയണ്ട, അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ട്. ഫുഡ് കോർട്ടാണെങ്കിൽ പറയണ്ട മക്കൾ, അതൊന്നൊന്നര സ്ഥലമാണ്, വിശാലമായിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മളെ പാസ്ട്രീസും കേക്ക്സ്, സ്വീറ്റ്സ്, ചിക്കൻ, ഫ്രൈഡ് ചിക്കന്, റൈസസ്, അങ്ങനെ നമുക്ക് എന്തൊക്കെ വേണം അത് നമുക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് വിശന്നിട്ടിരിക്കുമ്പോൾ അതാ ഒരുപാട് റാപ്പെല്ലാം നമ്മളെ നഗറ്റ്സും റാപ്പും 2 ബോട്ടിൽ ജ്യൂസാണ് വാങ്ങിച്ചത്.
ശരിക്കും ഒരു ട്രോളിയിലാണ് നമ്മളിപ്പോൾ അത് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സെർവ് ചെയ്യുന്ന സംഭവം ഇതിലേക്കാണ് പിന്നെ തരുന്നത്. ഈ ട്രോളി എന്തിട്ട് നമ്മൾ ഓവൻ്റെ അടുത്ത് കൊണ്ടുപോയി അത് ചൂടാക്കിയിട്ടാണ്. അവിടെ നമുക്ക് കിട്ടുന്ന സമയത്ത് ചൂടില്ല, അവിടുത്തെ ഓരോരാൾക്ക് ചൂടാക്കേണ്ട ആൾക്ക് ചൂടാക്കാം. ഇങ്ങനെ ഒരു 3-4 ഓവൺ ഉണ്ട് അവിടെ. അങ്ങനെ ഓവണിൽ ചൂടാക്കിയിട്ട് ഇവരൊക്കെ കഴിച്ച്. ഞാൻ നഗറ്റ്സ് കഴിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ അമീഷും പിന്നെ ഷതിയും ഇവരെല്ലാം കൂട്ടി റാപ്പ് കഴിച്ച്. എന്നിട്ട് അടുത്തത് നമ്മളെ സ്വന്തം സെക്ഷനിലേക്ക് പോയി. കിച്ചൺ ഐറ്റംസ്. കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്നല്ല, വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. കിച്ചൺ ഐറ്റംസും ഉണ്ട്, ബാത്റൂം ഐറ്റംസ് ഉണ്ട്, ബെഡ്റൂം ഐറ്റംസ് ഉണ്ട്, പില്ലോ, അങ്ങനെ എന്തൊക്കെ വേണം അതൊക്കെ അവിടെ ഉണ്ട്. എല്ലാം നല്ല നല്ല ചെറിയ റേറ്റ് ഉണ്ട്. 299, 69, 99 കണ്ട പൈസ കാണുന്നില്ലേ. കണ്ടെയ്നറിൽ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ നല്ലൊരു ഫ്ലവർ പോട്ട് ഉണ്ടായിരുന്നു, ചെറിയ റേറ്റ് 69 99 ഓർമ്മയില്ല, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല വൈറ്റ് പ്ലേറ്റ്, ഇതാ 69 ഒരു പീസിന് 69 ആണ്. അത് ഏത് ടൈപ്പായാലും 69 ആണ്. പിന്നെ നല്ല കളർഫുൾ പ്ലേറ്റ്, കളർഫുൾ സ്പൂണ്, പിന്നെ നല്ല ഇതാ നമ്മളെ സ്പൈസസ് ഒക്കെ ഇടുന്ന ജാറുകൾ, പല വെറൈറ്റി ജാറും ഉണ്ട് അവിടെ. പിന്നെ ഈ സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പിന്നെ ക്രീമെല്ലാം ബീറ്റ് ചെയ്യാനുള്ള നല്ല സാധനം. അത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ട് വാങ്ങിച്ചു. പിന്നെ ഇതെല്ലാം കണ്ട കുറേ ബേക്കിങ്ങിൻ്റെതും നമുക്ക് പിന്നെ ഓരോ ബേക്കിംഗ് ബൗളും ബേക്കിംഗ് ട്രേയും അങ്ങനെ ഒരുപാട് ചെറിയ കളക്ഷനൊന്നുമല്ല, കുറേ കളക്ഷനുണ്ട്. ഞാനിങ്ങനെ വെറുതെ ഒടിഞ്ഞ് കാട്ടാക്കുന്നില്ല, നിങ്ങളിൽ ഇതിങ്ങനെ നോക്കി പോയിക്കോ കേട്ടോ. ബോറടിക്കുന്ന ആൾ ഒഴിവാക്കിയോ, ബോറടിക്കാത്ത ആൾ എന്നെപ്പോലെ കാണാൻ ആഗ്രഹമുള്ള ആൾ ഫുള്ളായിട്ട് കണ്ടോ. എന്തായാലും നമ്മളിപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാരായാലും ബാംഗ്ലൂരിലുള്ള ആൾക്കാരായാലും എന്തായാലും ഇവിടെ ഒരു തവണയെങ്കിലും പോകണം. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു വീടിൻ്റെ പണിയെല്ലാം തീരാനാകുന്ന സമയത്ത് ഇവിടെ പോയിട്ട് നമുക്ക് കുറേ നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസിന് അങ്ങനെ ഒരുപാട് കോസ്റ്റ്ലി അല്ലാത്ത ഐറ്റംസ് തന്നെ ഉണ്ട്. നല്ല റീസണബിൾ റേറ്റിന് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം അതെല്ലാം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പല കളേഴ്സിലും നല്ല റൗണ്ടും ഓവൽ ഷേപ്പും സ്ക്വയറും ആയിട്ടുള്ള പ്ലേറ്റ്, നമ്മളെ സെർവിങ് പ്ലേറ്റ് ഉണ്ട്. ഇത് ഇവിടെ ഗ്ലാസ് ഐറ്റംസിൻ്റെ പലമാതിരി ഗ്ലാസിൻ്റെ നമ്മൾ പിന്നെ ബോട്ടിലായാലും പിന്നെ ജാറുകളും സ്പൈസസിൻ്റെ ജാറും അങ്ങനെ ഒരുപാട് ഗ്ലാസിനെ കൊണ്ടുള്ള ഐറ്റംസ് ഉണ്ട്. നല്ല കളർ ജഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. 2-3 ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടില്ല ഒന്നും. ഇത് നല്ല പില്ലോ, ബെഡ്ഷീറ്റ്, അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ സാധനങ്ങളാണ്. ഇവിടെ ബേസിന് ബാത്റൂം സെറ്റാണ്. നല്ല ഭംഗിയുള്ള ബാത്റൂം സെറ്റ്. ശരിക്കും ഇവിടെ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരെ ഇവിടെ കാണാനുള്ള സംഭവങ്ങളുണ്ട്. നല്ല ഫ്രഷ് ചെടിയുണ്ട് ഇവിടെ. ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് നമ്മൾ പിന്നെ ഒരുപാട് നല്ല നല്ല ചെടീൻ്റെ കളക്ഷനുണ്ട്. പോട്ടുണ്ട് അടിപൊളി, നല്ല കുഞ്ഞു പോട്ടുണ്ട്. ഞാനിത് ഈ സംഭവം വാങ്ങിച്ചു, പക്ഷെ അതിപ്പോൾ വാടിപ്പോയി കേട്ടോ. കുറച്ച് നാൾ ഒരു 1 മന്ത് വരെ നല്ലോണം ഉണ്ടായിന്. ഇപ്പോൾ അത് ഇതായിപ്പോയി. എനിക്കോ നമ്മളെ ക്ലൈമറ്റിൽ റെഡിയാണ്. നല്ല മുഞ്ച് കണ്ടിട്ട് റെഡും യെല്ലോയും കണ്ടിട്ട് ഞാൻ റെഡ് എടുത്തതാണ്.
ഈ സൈഡിൽ ഇവരെ ഗോഡൗണാണ് ഇത്. ഒരു സംഭവം വലിയൊരിതൊക്കെ കാണുന്നില്ലേ, ഇത് കുറേ കാർട്ടൂൺസ് അവിടെ ഉള്ള. ശരിക്കും ഇവിടെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടുന്ന് ബില്ലാക്കല. കാരണം നമ്മൾ തന്നെ പിന്നെ സാധനത്തിൻ്റെ ഇത് സ്കാൻ ചെയ്ത് അവിടെ തന്നെ നമ്മൾ പിന്നെ ഫുള്ള് നമുക്ക് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ പേ ചെയ്യല. നമ്മളെ കാർഡോ ജിപേയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ പേ ചെയ്യാം. എല്ലാം സെൽഫ് സർവീസാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് വന്ന് വണ്ടിയിൽ കയറിയിട്ട് നേരെ നമ്മളെ റൂമിലേക്ക് വിട്ട്. ശരിക്കും നമ്മൾ ഇവിടുന്ന് പിന്നെ ഒരു ദിവസം രാത്രി 9 മണിൻ്റെ ബസ്സിന് പോയി അവിടെ രാവിലെ 5 മണിക്കെത്തി. അവിടെ 5 മണിക്കെത്തി കുറച്ചൊന്ന് ഉറങ്ങിയതിന് ശേഷം പിന്നെ രാവിലെ ഒരു 11 മണിക്കായിട്ട് മീറ്റിങ്ങിന് പോയി. അവിടെ നിന്ന് ഒരു ഉച്ചക്കൊരു 2 മണിയുടെ സമയത്ത് ഐക്കിയിൽ പോയി. നേരെ തിരിച്ച് റൂമിൽ വന്ന് ഐക്കിയിൽ മാത്രമേ പോയിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചിട്ട് നാട്ടിലേക്ക് വിട്ടത്. അതായത് നമ്മൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വിട്ടതാണ്. നാട്ടിലേക്ക് വിടുന്ന സമയത്ത് അവിടെ ബാംഗ്ലൂർ സിറ്റിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ചെന്നപട്ടണ വരെ ഒരു മോശമില്ലാത്ത രീതിയിൽ മഴ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ബാംഗ്ലൂർ. കാരണം ഒരുപാട് തവണ പോയ സ്ഥലമാണ്. അതുകൊണ്ട് എന്തോരം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹസ്ബൻഡ് അധികം ബിസിനസ് ആവശ്യത്തിന് പോകുമ്പോൾ ഞാനും പോകാറുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അധിക ടൈമും പോകാറുണ്ട്. എന്നെ ഐക്യം കൂടി അവിടെ വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം. വീടെല്ലാം കൂടെ ആകുമ്പോൾ എന്തായാലും ആ പർച്ചേസ് അന്നേരം ഇൻഷാ അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അന്നേരം കാണിച്ചു തരാം. പിന്നെ ദശരഥ പോകുമ്പോൾ ഇതാ നല്ല ഓർക്കാം. ഈ കാട് കണ്ടിട്ടില്ലേ, ഈ കാട്ടിൽ നമ്മൾ 2-3 തവണ ഞാനും ഹസ്ബൻഡ് മാത്രം പോകുന്ന സമയത്ത് നല്ല ഇതേപോലെ രാത്രി പോകുമ്പോൾ എന്തായാലും 2-3 തവണ നമ്മൾ ഒറ്റയാനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് ചുരം ഇറങ്ങുന്നതിന് മുമ്പ് അധികം ഇവിടുന്ന് പോകുമ്പോൾ വരുമ്പോൾ ഫുഡിൻ്റെ ടൈമായി എനിക്ക് ഇവിടുന്ന് കഴിക്കൽ ഹോട്ടൽ കൂർക്കുന്ന. ഇവിടുത്തെ നല്ല ടേസ്റ്റി ഫുഡാണ്. അങ്ങനെ ഇവിടുന്ന് പിന്നെ എന്താ കഴിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. എന്തോ ചിക്കൻ്റെ എന്തോ ഒരു സംഭവം കഴിച്ചത്, ചിക്കൻ കാന്താരി അങ്ങനെ എന്തോ സംഭവം. ഗീ റൈസും പൊറോട്ടയും വാങ്ങിച്ച്. അവിടുത്തെ എല്ലാം നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു വലിയൊരു പിന്നെ ഷോപ്പുണ്ട്. അവിടെ പിന്നെ എല്ലാ ഐറ്റംസും നമ്മളെ എന്താണ് തേനി അങ്ങനെയുള്ള അങ്ങനത്തെ ഐറ്റംസും പിന്നെ നമ്മളെ സ്നാക്സും ഉണ്ട്. പിന്നെ ചട്ടി ചിരട്ട, അതായത് ചിരട്ടൻ്റെ സംഭവങ്ങളല്ലേ, ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പല ടൈപ്പ് ചട്ടിൻ്റെ മണ്ണിൻ്റെ സംഭവങ്ങൾ, മൺചട്ടി, മൺകൂച്ച, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വിട്ട് പാതിരൊരു എനിക്ക് തോന്നുന്നൊരു 12-1 മണിയിലായെന്ന് തോന്നുന്നു നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.